വെൽക്കം ടു പാർട്ട് 2 ഓഫ് അവർ മെക്സിക്കോ വ്ലോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് എക്സ്കാരറ്റ് പാർക്കിലേക്കാണ്. 8:30 അവിടെ തുറക്കുന്നത്. പക്ഷെ നമുക്ക് ഇനിയും 1 hour എടുക്കും. നല്ല ട്രാഫിക് കുറേ നേരം അനങ്ങി പോകുന്നത്. വിചാരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിന് പോകും. വെള്ളത്തിൽ ഇറങ്ങാൻ ഓൾമോസ്റ്റ് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ ബുക്ക് ചെയ്തത് എക്സ്കാരറ്റ് പ്ലസ് എന്നുള്ള ടിക്കറ്റ് ആണ്. ഇതിൽ ഫുൾ ഡേ നമുക്ക് പാർക്കിൽ സ്പെൻഡ് ചെയ്യാം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ഷോ ഉണ്ട്, അത് കാണാൻ പറ്റും. ഇവിടെ ഉള്ള മിക്ക സ്ഥലങ്ങളിലേക്കുള്ള ആക്സസും ഉണ്ട്, ലോക്കറും ചേഞ്ചിങ് റൂംസും, ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ബൊഫേ ലഞ്ചും ഉണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ്. ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് കാണിച്ച് കയ്യിലിടാനുള്ള ബാൻഡ് കളക്ട് ചെയ്യണം. ഒരു ഫുൾ ഡേ ചുറ്റി കാണാനുള്ള അത്രയും സംഭവങ്ങളുണ്ട് ഇവിടെ. കയറി ചെല്ലുന്നപാടെ ഒരു ചെറിയൊരു ബേർഡ്സ് പാർക്ക് പോലെ ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ നേരെ വാട്ടർ ആക്ടിവിറ്റിയിലേക്ക് പോകണം. ഇവിടെ 3 ലേസി റിവേഴ്സ് ഉണ്ട്, വിച്ച് ഇസ് അബൌട്ട് 400 meters ലോങ്. ആഴം വലിയ അധികമില്ല. ചില സ്ഥലത്തൊക്കെ നമുക്ക് നിൽക്കാം, ചില സ്ഥലത്ത് ഇച്ചിരിയൊക്കെ മുങ്ങും. അങ്ങനെ ലൈഫ് ജാക്കറ്റ് കമ്പൽസറി ആണ്. ഇത് നല്ല ക്ലിയർ വാട്ടർ ആണ്. ദീസ് ആർ ആക്ച്വലി അണ്ടർഗ്രൗണ്ട് റിവേഴ്സ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദിസ് ഗോസ് ഇൻ ടു ദി സീ. ഇത് 3 ഉണ്ട്. നമ്മളിതിൽ ഏതോ ഒരെണ്ണത്തിലാണ് പോയത്. കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ട്രൈഡ് അനദർ വൺ ടു. കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ബീച്ചിന്റെ അടുത്താണ്. അവിടെ ഇങ്ങനെ നല്ല ഊഞ്ഞാലുണ്ട്. ആ വെയിലത്ത് കുറച്ചു നേരം കിടക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഉണങ്ങി കിട്ടും. വേറെയും കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഈ വേസ് എല്ലാത്തിലും കയറാനുള്ള ടൈം കിട്ടില്ല. പറ്റാവുന്ന അത്രയും ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവിടെ നിലത്തൂടെ ഇവർ പെയിന്റഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. സോ മാപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ലൈൻ ഫോളോ ചെയ്ത് പോയാൽ എവിടേക്ക് എത്തുന്നു. ഇത് ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, റെഡ്, അങ്ങനത്തെ പല പല കളേഴ്സിലാണ് ഈ ലൈൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വഴി തപ്പി പോകാൻ ഭയങ്കര ഈസിയാണ്. ബിക്കോസ് യു ജസ്റ്റ് ഹാവ് ടു ഫോളോ ദ ലൈൻ. കുറച്ച് നേരം അങ്ങോട്ടേക്ക് നടന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ ലഞ്ചിന് പോകുമെന്ന് വിചാരിച്ചു. റെസ്റ്റോറന്റ് ആണെങ്കിലും കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടേ നമുക്ക് ബൊഫേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ചൂസ് ചെയ്യണമെന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫൈനലി നമ്മൾ കാലിഫോർണിയ ബൊഫേ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അതാണെങ്കിൽ ബീച്ച് സൈഡിലുള്ള റെസ്റ്റോറന്റ് ആണ്. മെക്സിക്കോ വന്ന് കഴിച്ചാൽ ഏറ്റവും അടിപൊളി ഫുഡാണ് ഇത്. പാക്കേജിൽ സ്നോർക്കലിംഗ് എന്നുള്ള ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അതും നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാറി മാറി കുറച്ച് നേരം ട്രൈ ആണ് ചെയ്ത്. ഒരുമിച്ച് ഇറങ്ങാൻ പറ്റിയില്ല. ഇവിടെ കടലിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ചെറിയ പൂൾ പോലെ കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരെണ്ണത്തിലും പോയി. ചെയ്യാൻ പറ്റുന്ന വേറൊരു ആക്ടിവിറ്റിയാണ് ഈ സ്വിം വിത്ത് ഷാർക്സ് എന്നുള്ളത്. അത് ബേബി ഷാർക്സ് ഉള്ളിടത്ത് നീന്താനുള്ള ഓപ്ഷൻ. നമ്മൾ ഇറങ്ങിയില്ല, നമ്മൾ ജസ്റ്റ് അത് വാച്ച് ചെയ്തു. ഈ കിടക്കുന്നതാണ് ഷാർക്സ്. ഒട്ടും ഉഷാറില്ലാണ്ട് കിടക്കുന്നത്. മേ ബി അവർ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് കാണും. അത്യാവശ്യം വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പോയി ഡ്രസ്സെല്ലാം മാറി. എന്നിട്ട് ബാക്കിയെല്ലാം ചുറ്റി കാണാൻ തുടങ്ങി. ഇവരൊരു മൈൻ വില്ലേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കുറച്ച് റൈഡിലൂടെ നടന്നു. അതിനകത്ത് വഴിയില്ല എന്നാ വേണ്ട. അങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഒച്ച കെട്ടിട്ട് ഞങ്ങൾ പോയി നോക്കിയപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു മൈൻ ട്രഡീഷൻ അവർ പോർട്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചാപ്പൽ കാണാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോഴാണ് വഴി തെറ്റി നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മെല്ലെ സംസാരിച്ചാലും നമ്മൾ ഇവിടുന്ന് പറയുന്ന എല്ലാം ഒരു മൈക്കിലൂടെ പറയുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ചുറ്റും നിൽക്കുന്നവർക്ക് തോന്നില്ല കേട്ടോ, അവിടെ നിന്ന് സംസാരിക്കുന്ന ആൾക്ക് മാത്രമേ അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് കൊക്കോ മൂവിയായിരുന്നു ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം ആ മൂവി ഈ മെക്സിക്കോ ആയിട്ട് റിലേറ്റഡ് ആണ്. മെക്സിക്കോയിൽ ഒത്തിരി റെഫറൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ആ മൂവിയിൽ. ഏറ്റവും ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇവിടുത്തെ സെമിത്തേരി. ഈ കാണുന്ന ഓരോന്നും ഓരോരുത്തരുടെ കല്ലറയാണ്. ഓരോന്നും യുണീക്ക് ആയിട്ടാണ്, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ചില കാര്യങ്ങൾ കുറച്ച് സ്കേറി ആയിട്ട് തോന്നിയിരിക്കും. ഇങ്ങോട്ട് തല തിരിക്കുന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഇതാര് ശരിക്കും ഇവിടെ സെന്റ് ഫ്രാൻസിസ് സീരിയ ചാപ്പൽ ഉണ്ട്. നമ്മൾ അതും പോയി കണ്ടു. ഭയങ്കര ഭംഗിയിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വെരി പീസ്ഫുൾ ചാപ്പൽ. മെക്സിക്കോയിൽ ഇപ്പോൾ ഉള്ളത് മൈൻ കൾച്ചറിന്റെയും അതുപോലെ ക്രിസ്ത്യാനിറ്റിന്റെയും ഒരു മിക്സ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേർഡ്സ് പാർക്കിലേക്കാണ് പോയത്. പക്ഷെ ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈം ആയിരുന്നു. 6 മണി ആകാറായി. 6 മണിക്ക് അത് അടയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി. ഇവിടെ സംസാരിച്ച നമ്മുടെ ഒച്ച എവിടെയോ കേൾക്കുമെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഇങ്ങനത്തെ കുറേ ക്രാഫ്റ്റ്സ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അധികം സമയം ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഓടിച്ച് കണ്ടു പോകേണ്ടി. ഇത് ട്രഡീഷണൽ മെക്സിക്കൻ ഹൗസ് ആണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം 6:30 ആയപ്പോഴത്തേക്കും എല്ലാ പരിപാടികളും നിർത്തി ഞങ്ങൾ ഇവിടുത്തെ ഷോ കാണാൻ വേണ്ടി പോവാണ്. ദി എക്സ്കാവേറ്റ് മെക്സിക്കോ എസ്പെക്ടാക്കുലർ. ഇതാണ് ആ ഷോന്റെ പേര്. മെക്സിക്കോയിലെ പല പല ട്രഡീഷൻസും അതേപോലെ ഓരോ സ്റ്റേറ്റിന്റെ പ്രോഗ്രാംസും ഒക്കെ ഇതിലുണ്ട്. ഇറ്റ്സ് എന്റർടൈനിങ് ആൻഡ് ഇൻഫോർമേറ്റീവ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ ആ ഷോ എല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി അടുത്ത ദിവസം കാണാം. നാളെ രാവിലെ ഞങ്ങൾ തിരിച്ചു വന്നേ. ഇപ്പൊ സമയം 11:30 കഴിഞ്ഞു. ഇന്ന് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐറ്റിനറി ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് കൻകൂൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഇവിടുത്തെ ബീച്ചിലൊക്കെ പോവാന്ന് വിചാരിക്കാം. നമ്മൾ കൺകൂണിലെ ഹോട്ടൽ സോണിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം കണ്ടതെന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഈ വന്നിരിക്കുന്ന സ്ഥലം ഇവിടെ മൊത്തം കാണുന്നത് വലിയ ബിൽഡിങ്സും ലക്ഷറി ഒക്കെയാണ്. സോ നല്ല റിലാക്സ് ആയി പീസ്ഫുൾ ആയിട്ട് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വരുന്നവരൊക്കെ വരുന്ന ഏരിയ ആണ് ഈ ഹോട്ടൽ സോൺ. ഇവിടുത്തെ ഒരു ഹോട്ടലിലെ ബീച്ച് ക്ലബിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ പേ ചെയ്യുന്നതിൽ നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ചെയറും അംബ്രല്ലയും ഒരു ബീച്ച് ടവലും കിട്ടും. ഏത് ദിവസം ബീച്ച് ക്ലബിൽ പോകേണ്ടതെന്ന് ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പോകാൻ ചൂസ് ചെയ്ത ഈ ഓർഡറാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. ഇത്ര ദിവസം ഓരോരോ സ്ഥലങ്ങളിൽ പോയി എൻജോയ് ചെയ്തതിന് ശേഷം ഒരു ഫുൾ ഡേ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ കിട്ടിയത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അവസാനം കുറച്ചേരം പൂളിലിറങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നു.
എൻ്റെ ബീച്ച് ടാനാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ഒരു മോൾ എക്സ്പ്ലോർ ചെയ്യും. ബീച്ചിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു ഷോപ്പിംഗ് വില്ലേജ് പോകാമെന്ന് വിചാരിച്ചു. ലായിലെ ഷോപ്പിംഗ് വില്ലേജ്. ഇത് ഒരു ഔട്ട്ഡോർ മോളാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ ഒരു ഐലൻഡ് ഉണ്ട്, അതിന് ഞാൻ ലൈല മൊഹേറസ് എന്ന് പറഞ്ഞു, പക്ഷെ സ്പാനിഷ് ലൈന് ഇസ്ല മൊഹേറസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ മോളുടെ പേരും ലാ ഐലാന്നും ലാ ഇസ്ല എന്നും പറയുന്നവരുണ്ട്. ഇതിൽ കറക്റ്റ് ഏതാന്ന് എനിക്ക് ഉറപ്പില്ല. എനിവേസ് അതിന്റെ അർത്ഥം ദ ഐലൻഡ് എന്നാണ്. ഇവിടെ നമ്മൾ റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ടിൽ പോയി. ഞങ്ങളുടെ ടൊറന്റോ വീഡിയോ കണ്ടറിയാം, അന്ന് ഞങ്ങൾ പോയത് റിപ്ലീസ് അക്വേറിയത്തിലാണ്. സോ ഇത് റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്. ഇതിന്റെ കൂട്ടത്തിൽ സ്കൈ വീലും കൂടി കിട്ടുന്ന രീതിയിൽ ഒരു കോംബോ ടിക്കറ്റ് ഉണ്ട്, അതാണ് നമ്മൾ എടുത്തത്. റിപ്ലി എന്ന് പറയുന്ന ആള് 201 കൺട്രീസ് വിസിറ്റ് ചെയ്ത് അവിടുന്ന് കാണാവുന്നതിൽ വെച്ച് അവിടുന്ന് കളക്ട് ചെയ്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ള പക്ഷെ ശരിക്കും നടന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. ഇനി ഡ്രോപ്പ് ചെയ്യണത് ടോയ്ലറ്റ് പേപ്പർ വെച്ചുണ്ടാക്കിയ ഡ്രസ്സുകളാണ് ഇതൊക്കെ. പുറകിൽ ഫോട്ടോ എടുക്കുക. ഒക്കെയാണ് ഫോട്ടോ എടുത്തത്. ഇതിന് 7 കാലും 2 വാലും 2 ഡൈജസ്റ്റീവ് ട്രാക്റ്റും ഉണ്ട്. ഇതിന് 2 തലയുണ്ട്. 2 തലയുള്ള പന്നി, അത് 2 തലയുള്ള എലിയാണ്. ഈ പശുവിൻ്റെ തലയിൽ നേരത്തെ കാല്. ആ ഏരിയ ഫുൾ അതിൻ്റെ അപ്പുറം ഏറ്റവും ടോപ്പിലേക്ക്. നേരെ താമസിക്കുന്നിടത്തേക്ക് പോവാം. രാത്രിയിൽ ടൗൺ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇപ്പൊ സമയം 9:30 കഴിഞ്ഞു. നമുക്കൊരു 10:45 ആകുമ്പോഴത്തേക്കും എയർപോർട്ടിൽ എത്താന്ന് വിചാരിക്കുന്നു. 1:45 ആണോടാ? 1:55 ആണ് ഫ്ലൈറ്റ്. വാഷ്റൂം ആൻഡ് ദിസ് ഇസ് ദ ബെഡ്റൂം. അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിരുന്നു. വി ഹാഡ് എ ഗുഡ് സ്റ്റേ ഹിയർ. നമ്മൾ റെൻ്റൽ കാർ എടുത്തുകൊണ്ട് കിട്ടിയ സമയത്ത് എത്ര ഫ്യൂൽ ഉണ്ടായിരുന്നോ അത്രയും തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പം അതെല്ലാം ചെയ്തു. തിരിച്ചു വരുന്ന സമയത്ത് വെയിറ്റ് ഒന്നും നോക്കാൻ പറ്റിയില്ല. 23 kg ആണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ആൻഡ് എക്സാക്ട്ലി 23 തന്നെ വന്നു വെയിറ്റ്. പ്ലെയിനിൽ കയറാൻ കുറേ നേരം ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന് കുറച്ചു നേരം മടുത്തുപോയി. നമ്മൾ അടുത്തുള്ള സീറ്റ് അല്ലായിരുന്നു ബുക്ക് ചെയ്തത്, പക്ഷേ ഫ്ലൈറ്റ് വാസ് ഓൾമോസ്റ്റ് എംപ്റ്റി. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മാറി അടുത്തടുത്തുള്ള സീറ്റിലിരിക്കാൻ പറ്റി. ഒരു പേപ്പർ കിട്ടും നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. എയർപോർട്ടിൽ കാർ പാർക്ക് ചെയ്തിട്ടായിരുന്നല്ലോ പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് മൂടിയിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഞങ്ങൾക്കിത് നല്ലൊരു കളർഫുൾ വെക്കേഷൻ ആയിരുന്നു. ഇഫ് യു ഹവ് ടേക്കൻ യുവർ ടൈം ടു വാച്ച് ദ എൻറ്റയർ വീഡിയോ, താങ്ക് യു സോ മച്ച്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Until next time, bye bye.